ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൈശാഖ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും താരമായ നീലുവിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ റിയൽ നെയിം നോക്കുകയാണെങ്കിൽ നിഷ സാരംഗ് എന്നാണ് നീലുവിൻ്റെ റിയൽ നെയിം. ഏജ് നോക്കുകയാണെങ്കിൽ 1970 ജനുവരി 2-നാണ് ജനനം. 2024 ഏജ് 54 വയസ്സാണ്. പ്ലേസ് നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. ഫാമിലിയിലേക്ക് വരുമ്പോൾ ശാരംഗതൻ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അമ്മയുടെ പേര് ശ്യാമള എന്നാണ്. രേവതി എന്നും രേവിത എന്നുമാണ് മക്കളുടെ പേര്. ഇനി എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ നിഷ സാരംഗ് തൻ്റെ സ്കൂൾ പഠനത്തിന് ശേഷം കൊല്ലത്തുള്ള ശ്രീനാരായണ കോളേജിൽ നിന്ന് ഗ്രാജുവേഷനും സ്വന്തമാക്കി. ഇനി കരിയർ നോക്കുകയാണെങ്കിൽ നീലു തൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഡാൻസർ എന്ന നിലയിലായിരുന്നു. ആദ്യമേ അഭിനയിച്ച ഫിലിം നോക്കുകയാണെങ്കിൽ 1999 പുറത്തിറങ്ങിയ അഗ്നിസാക്ഷി എന്ന സിനിമയിൽ കഥകളി ഡാൻസറിൻ്റെ റോളായിരുന്നു ചെയ്തത്. പിന്നീട് 2002 കൃഷ്ണപക്ഷ കിളികൾ, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്നീ സിനിമകളിലും അഭിനയിച്ചു. എൻ്റെ വീട് അപ്പുവിൻ്റെയും സ്വന്തം മാളവിക എന്നീ സിനിമകളിലാണ് 2003 അഭിനയിച്ചത്. 2004 വജ്രം, മഞ്ഞ് പോലെ ഒരു പെൺകുട്ടി, കാഴ്ച, കഥാവശേഷൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചു. ചന്ദ്രോത്സവം, ബോയ് ഫ്രണ്ട്, പോലീസ്, ഒരിടം, ഡിസംബർ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഇരുവട്ടം മണവാട്ടി എന്നീ സിനിമകളിലാണ് 2005 അഭിനയിച്ചത്. അതിനുശേഷം 2006 എസ് യുവർ ഓണർ, പോത്തൻ വാവ, ജന്മം, ബിഗ് ബി, പായം പുലികൾ എന്നീ സിനിമകളിലും അഭിനയിച്ചു. അതിനുശേഷം 2007 ആകാശം, നഗരം, ഫ്ലാഷ്, കിച്ചാമണി MBA, ചോട്ടാ മുംബൈ എന്നീ സിനിമകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അണ്ണൻ തമ്പി, കേരള പോലീസ്, സൈക്കിൾ, പരുന്ത്, ഷേക്സ്പിയർ MA, ഒരിടത്തൊരു പുഴയുണ്ട്, ചെമ്പട എന്നീ സിനിമകളിൽ 2008 അഭിനയിച്ചു. അതിനുശേഷം ഹൈലേസ, വൈരം, മലയാളി, റെഡ് ബലൂൺ എന്നീ സിനിമകളിലാണ് 2009 അഭിനയിച്ചിരിക്കുന്നത്. ശേഷം കരയിലേക്കൊരു കടൽ ദൂരം, ഒരു സ്മാൾ ഫാമിലി, ഒരിടത്തൊരു പോസ്റ്റ്മാൻ, ചേകവർ, കാര്യസ്ഥൻ, നല്ല പാട്ടുകാരെ, ആത്മകഥ എന്നീ സിനിമകളിലാണ് 2010 അഭിനയിച്ചിരിക്കുന്നത്. ഇനി 2011 ആദമിൻ്റെ മകൻ അബു, ജനപ്രിയൻ, ഓർമ്മ മാത്രം, അച്ഛൻ എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 2012 MLA മണി, 10ാം ക്ലാസ്സും ഗുസ്തിയും, മൈ ബോസ്, പറുദീസ, ക്രൈം സ്റ്റോറി, മാറ്റിനി, ഗൃഹനാഥൻ എന്നീ സിനിമകളിലും അഭിനയിച്ചു. ഒളിപ്പോര്, ആമേൻ, മിസ്സിസ് ലേഖ തരൂർ കാണുന്നത്, ഒരു ഇന്ത്യൻ പ്രണയകഥ, ഇത് മന്ത്രമോ തന്ത്രമോ കുതന്ത്രമോ, അയാൾ, ദൃശ്യം, തെക്ക് തെക്കൊരു ദേശത്ത്, നമ്പൂതിരി യുവാവ് എന്നീ സിനിമകളിൽ അഭിനയിച്ച നിഷ സാരംഗ് 2014 വേഗം, ഹാപ്പി ജേണി, വില്ലൈ, വീരൻ, റിംഗ് മാസ്റ്റർ, മലയാളക്കര റെസിഡൻസി, കൂട്ടത്തിൽ ഒരാൾ എന്നീ സിനിമകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നീട് 2015 തിങ്കൾ മുതൽ വെള്ളി വരെ, നമുക്കൊരേ ആകാശം, സ്നേഹിക്കാൻ ഒരു മനസ്സ് എന്നീ സിനിമകളിൽ അഭിനയിച്ച നിഷ സാരംഗ് റോമനോവ്, കൊലമാസ്, വയ്യാവേലി എന്നീ 2016 ഇറങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. 2017 പുറത്തിറങ്ങിയ ബോബി, ലഡു, ക്ലിൻറ്റ്, അവരുടെ രാവുകൾ എന്നീ സിനിമകളിലാണ് ശേഷം അഭിനയിച്ചത്. 2019 ഒരു നക്ഷത്രമുള്ള ആകാശം, ഇമ്മ, തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നീ സിനിമകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. 2020 പുറത്തിറങ്ങിയ ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഭൂമിയിലെ മനോഹര സ്വകാര്യം, കപ്പേള എന്നീ സിനിമകളാണ്. അതിനുശേഷം 2022 പ്രകാശൻ പരക്കട്ടെ, ആനന്ദം പരമാനന്ദം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2023 ലേക്ക, പ്രാവ്, മഹാറാണി, ബുള്ളറ്റ് ഡയറീസ്, തീപ്പൊരി ബെന്നി, ജലധാര പമ്പ് സെറ്റ്, സിൻസ് 1962 എന്നീ സിനിമകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതി, ബിഗ് ബൻ എന്നീ സിനിമകളിലാണ് ഈ വർഷം നിഷ സാരംഗ് അഭിനയിച്ചിരിക്കുന്നത്. ഇനി TV സീരിയൽസ് നോക്കുകയാണെങ്കിൽ 1999 2000 വർഷത്തിലിറങ്ങിയ സിന്ദൂരക്കുരുവി, ദുർഗ, മോതിരം, മകൾ, ആനന്ദം, പ്രദക്ഷിണം, കളിക്കൂട്ടം എന്നീ സീരിയലുകളിൽ അഭിനയിച്ച നിഷ സാരംഗ് 2005 കൈരളിയിൽ പുറത്തിറങ്ങിയ മൗനം നൊമ്പരം, പിന്നീട് ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത അയലത്താളി എന്ന സീരിയലുകളിലാണ് അഭിനയിച്ചിരിക്കുന്നത്. 2006 പുറത്തിറങ്ങിയ സൂര്യോദയം, സൂര്യപുത്രി, മനസ്സറിയാതെ, പ്രിയം എന്നീ സീരിയലുകളിൽ അഭിനയിച്ച നിഷ സാരംഗ് 2007 സൂര്യ TV സംപ്രേഷണം ചെയ്ത വേളാങ്കണ്ണി മാധവ് എന്ന സീരിയലിലാണ് പിന്നീട് അഭിനയിച്ചത്. ശേഷം
2008 ഏഷ്യാനെറ്റിൽ പുറത്തിറങ്ങിയ ജനുവരി, എൻ്റെ അൽഫോൺസാമ്മ, സ്നേഹത്തൂവൽ, വിശുദ്ധ തോമസ് ലീഹ എന്നീ സീരിയലുകളിൽ അഭിനയിച്ച ശേഷം ഈ വർഷം തന്നെ സൂര്യ ടി.വിയിൽ സംപ്രേഷണം ചെയ്ത ഇന്ദുമുഖി ചന്ദ്രമതി, ശ്രീ അയ്യപ്പനും വാവരും എന്നീ സീരിയലുകളിലും അഭിനയിച്ചു. 2009 പുറത്തിറങ്ങിയ വിഗ്രഹം എന്ന സീരിയലിലും പിന്നീട് സൂര്യ ടി.വിയിൽ സംപ്രേഷണം ചെയ്ത കുടുംബയോഗം, ഗജരാജ ഗുരുവായൂർ കേശവൻ എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2010 മറ്റൊരുവൾ, പറയപ്പെട്ട പന്തിരുകുലം, കാരുണ്യം എന്നീ സീരിയലുകളിൽ അഭിനയിച്ച നിഷ സാരംഗ് 2011 സൂര്യ ടി.വിയിൽ സംപ്രേഷണം ചെയ്ത നിലവിളക്ക്, ഇളം തെന്നൽ പോലെ എന്നീ സീരിയലുകളിലാണ് പിന്നീട് അഭിനയിച്ചത്. ശേഷം 2012 മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ദൈവത്തിന് സ്വന്തം ദേവൂട്ടി എന്ന സീരിയലിലാണ് അഭിനയിച്ചത്. പിന്നീട് 2013 കൈരളി ടി.വിയിൽ സംപ്രേഷണം ചെയ്ത പഞ്ചാഗ്നി എന്ന സീരിയലിലും ജയ്ഹിന്ദിൽ സംപ്രേഷണം ചെയ്ത സ്വർഗവാതിൽ എന്ന സീരിയലിലും സൂര്യ ടി.വിയിൽ തന്നെ സംപ്രേഷണം ചെയ്ത മകൾ, രുദ്രവീണ എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. 2014 ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത ബാലഗണപതി, സ്ത്രീധനം എന്നീ സീരിയലുകളിലാണ് പിന്നീട് അഭിനയിച്ചത്. അതിനുശേഷം കുങ്കുമപ്പൊട്ട്, വധു എന്നീ സീരിയലുകളിലും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. 2015 സ്പന്ദനം, സുന്ദരി, കല്യാണ സൗഗന്ധികം, അക്കാമ സ്റ്റാലിനും പത്രോസ് ഗാന്ധിയും എന്നീ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫ്ലവേഴ്സ് ടി.വിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പും മുളകും എന്ന പരിപാടിയിലെ നീലിമ എന്ന കഥാപാത്രത്തിലൂടെയാണ് നിഷ സാരംഗ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത്. ഇതുകൂടാതെ പറയാം നേടാം, സ്റ്റാർ മാജിക്, കുട്ടിക്കലവറ, കിച്ചൺ മാജിക്, ആനീസ് കിച്ചൺ, വെള്ളോട്ടുരുളി, ഡേ വിത്ത് എ സ്റ്റാർ, അടുക്കളപ്പുറം, ഓർമ്മകൾ മരിക്കുമോ എന്നീ ടി.വി ഷോകളിലും പങ്കെടുത്ത നിഷ സാരംഗ് 2016 ഫ്ലവേഴ്സ് കോമഡി അവാർഡ്സിൻ്റെ ബെസ്റ്റ് സ്റ്റാർ പെയറിനുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2017 മംഗളം ടി.വി അവാർഡ്സിൻ്റെ ബെസ്റ്റ് ഫീമെയിൽ കൊമേഡിയനുള്ള അവാർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. 2017 തന്നെ കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ്സിൻ്റെ ബെസ്റ്റ് കൊമേഡിയനായിട്ടുള്ള അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വർഷം തന്നെ മോസ്റ്റ് പോപ്പുലർ ആക്ട്രസിനുള്ള അടൂർ ബാസി മെമ്മോറിയൽ അവാർഡും സ്വന്തമാക്കിയ നിഷ സാരംഗ് നോർത്ത് അമേരിക്കൻ ഫിലിം അവാർഡ്സിൻ്റെ ബെസ്റ്റ് ആക്ട്രസിനുള്ള പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ 380 പോസ്റ്റുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത്രയും പോസ്റ്റുകളിൽ നിന്നും 2,79,000-ലധികം ഫോളോവേഴ്സാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളത്. 440 പേരെ ഫോളോ ചെയ്യുന്നുമുണ്ട്. ഫേസ്ബുക്കിലാകട്ടെ 6 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണുള്ളത്. 13 പേരെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കെൻ്റെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനിയും ഇതേപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് എത്തുന്നത് വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു.